ദിവ്യാംഗ മിത്ര സദസ്സും ജനപ്രതിനിധികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. സക്ഷമ കരുനാഗപ്പള്ളി താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സക്ഷമ കരുനാഗപ്പള്ളി താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ദിവ്യാംഗ മിത്ര സദസ്സ് സംഘടിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ പരിപാടിയിൽ ആദരിച്ചു. മെഡിക്കൽ സെൽ സംസ്ഥാന കൺവീനർ ഡോക്ടർ പി ബിജു സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ മാതാവ് അനുഭവിക്കുന്ന അമിത സംഘർഷങ്ങൾ കുട്ടികളിൽ ഓട്ടിസം പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകാറുണ്ടെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദിവ്യാംഗരായിട്ടുള്ള ആൾക്കാർക്ക് സ്കൂളുകളിൽ അധ്യാപക തസ്തികയിൽ കയറിയിരുന്നു. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ആ അധ്യാപകരായിട്ട് ആ തസ്തിക ഫില്ല് ചെയ്യാനായിട്ട് ദിവ്യാംഗരായിട്ടുള്ള ആൾക്കാരില്ല എന്നുള്ളതാണ്. കാരണം അവർ ആ രീതിയിൽ അവരെ പഠിച്ചെടുക്കാൻ ഒത്തിട്ടില്ല. ചില ആൾക്കാർ പഠിച്ചവർക്കെല്ലാം ജോലി. വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പുതുതായി ജനിക്കുന്ന കുട്ടികളെ കൂടുതലായി ബാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വൈകല്യം സംഭവിച്ച കുട്ടികളുടെ ക്ഷേമം മുൻനിർത്തി കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും അത്തരം പദ്ധതികളിൽ കുട്ടികളെ പങ്കാളികളാക്കാൻ സക്ഷമയ്ക്കേറെ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നെ സക്ഷമയെ പറ്റി പറയുകയാണെങ്കിൽ സക്ഷമ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്, അവർക്കിടയിൽ പ്രവർത്തിക്കുന്നതാണ്. കാരണം എല്ലാ വീട്ടിലും നിങ്ങളെ കരുനാഗപ്പള്ളിയിൽ ഏത് ഫാമിലിയിൽ എടുത്താലും ഒരു ദിവ്യാംഗ പ്രശ്നമുള്ള കുട്ടിയുണ്ട്. കരുനാഗപ്പള്ളി ചവറ മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട BJP ജനപ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു. താലൂക്ക് പ്രസിഡന്റ് മണി മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, ജില്ലാ മഹിളാ പ്രമുഖ് അഞ്ജന, ഉണ്ണികൃഷ്ണൻ, പ്രമോദ്, വസന്ത, മുരളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.